ഹായ് ഡിയേഴ്സ്, ഹൗ ആർ യു ഓൾ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ എൻ്റെ നല്ല ഓഡിയൻസ് ആണ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് കഴിയാവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സെന്റൻസുകൾ ഉണ്ടല്ലോ, ഈ എല്ലാ സെന്റൻസിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചില വേർഡ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് തോളം, തോളം എന്നുള്ളൊരർത്ഥം, അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ട് മലയാളം ഞാൻ പറഞ്ഞു അല്ലെ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതേ സെന്റൻസുകൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന്. എന്നാ വഴി ഉണ്ട് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് ആസ് ഫാർ ആസ് എന്ന് പറയുന്നത്. എന്താണ് ആസ് ഫാർ ആസ്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് വെച്ച് തുടങ്ങുന്ന ആ ഒരു ഫാമിലിയിലുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സീരീസിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഫാമിലി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ കോൺവെർസേഷനിൽ, നമ്മുടെ സ്പീക്കിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് ഈ വേർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതും കൂടെ പഠിച്ചാലല്ലേ നമുക്ക് നമ്മുടെ ജേർണി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് നോക്കാം. ഇപ്പോ ഞാൻ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാന് ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക വേർഡാണ് യൂസ് ചെയ്യുക. അതവിടെ മാറ്റി വെക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് പറയാൻ, മനസ്സിലാക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. എന്താ പറയാ? അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് പറയാന് അതിന്റെ മുന്നില് നമ്മൾ ആസ് ഫാർ ആസ് ചേർക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാ പറയാ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾ കല്യാണം കഴിച്ച ആളാണ്, അല്ലെങ്കിൽ അവൾ മാരീഡ് ആണ് എന്ന് പറയാൻ നമ്മൾ പറയും ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഷീ ഈസ് മാരീഡ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾ മാരീഡ് ആണ്. എങ്ങനെയാ പറയാ? ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഷീ ഈസ് മാരീഡ്. ഇതേപോലെ വേറൊരു സെന്റൻസ് നോക്കിയാലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവന്റെ ഹെൽത്ത് ഉണ്ടല്ലോ, ഹെൽത്ത് കണ്ടീഷന് എന്താണ്, ഗുഡായിട്ടുള്ള, അവന്റെ ആരോഗ്യം വളരെ നല്ല ആരോഗ്യമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. നമ്മൾ പറയാറില്ലേ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവന്റെ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, അവനവിടെ മടി പിടിച്ചിരിക്കുകയാണ്, ജോലിക്കൊന്നും പോവാതെ വെറുതെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, എന്ത്, അവന്റെ ആരോഗ്യം ഗുഡാണ്. എങ്ങനെയാണ് പറയാ? ഹിസ് ഹെൽത്ത് ഈസ് ഇൻ ഗുഡ് കണ്ടീഷൻ. എങ്ങനെയാ പറയാ? As far as I understand, his health is in good condition. ഇതേപോലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് വെച്ച് തുടങ്ങുന്ന, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ്, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ അറിഞ്ഞിടത്തോളം അവളൊരു നല്ല കുട്ടിയാണ്. നമ്മൾ പറയും ഞാൻ അറിഞ്ഞിടത്തോളം അവള് നല്ലൊരു കുട്ടിയാണ്. അപ്പൊ അറിയുക എന്നുള്ള വേർഡ് നമ്മൾ തപ്പിപ്പോവുക അല്ലെ. ഏതാണ് അറിയുക എന്നുള്ളതിന്? നോ, KNOW ആണ് അറിയുക എന്നുള്ളത്. സോ ആസ് ഫാർ ആസ് ഐ നോ ഷീ ഈസ് എ ഗുഡ് കിഡ്. അവൾ നല്ലൊരു കുട്ടിയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം അവൾ നല്ലൊരു കുട്ടിയാണ്. ആസ് ഫാർ ആസ് ഐ നോ ഷീ ഈസ് എ ഗുഡ് കിഡ്. ഓക്കെ, അതേപോലെ ഞാൻ അറിഞ്ഞിടത്തോളം ആ ഹോട്ടല്, ആ റെസ്റ്റോറൻറ്റ് കുറച്ച് എന്താണ് പ്രൈസ് കൂടുതലാണ്, അവിടെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ഞാൻ അറിഞ്ഞിടത്തോളം ആസ് ഫാർ ആസ് ഐ നോ ദാറ്റ് റെസ്റ്റോറൻറ്റ് ഈസ് ഓവർ പ്രൈസ്ഡ്. എന്താ പറയാ? കുറച്ച് വില കൂടുതലാണ് അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓവർ പ്രൈസ്ഡ് എന്നാ പറയാ. എനിക്കറിയാവുന്നിടത്തോളം അവർക്ക് 4 മക്കളാണ്. നമ്മൾ എങ്ങനെയാ പറയാ? ആസ് ഫാർ ആസ് ഐ നോ ദേ ഹാവ് 4 children. എങ്ങനെയാ പറയാ? ആസ് ഫാർ ആസ് ഐ നോ ദേ ഹാവ് 4 children. എങ്ങനെയാണ്? ആസ് ഫാർ ആസ് ഐ നോ, എനിക്കറിയാവുന്നിടത്തോളം ദേ ഹാവ് 4 children. അവർക്ക് 4 മക്കളുണ്ട്. ഓക്കെ, അപ്പൊ അതും ഈസി ആയിട്ടുള്ളതാണ്. ആസ് ഫാർ ആസ് ഐ നോ വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ.
നെക്സ്റ്റ് നമുക്ക് നോക്കാം ആസ് ഫാർ ആസ് നമ്മൾ പറഞ്ഞു കഴിയാവുന്നിടത്തോളം എന്നൊരു ഇതിൽ പറഞ്ഞു അല്ലെ. ആസ് ഫാർ ആസ് പോസിബിൾ കഴിയാവുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക, കഴിയാവുന്നിടത്തോളം അവർ അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. ആസ് ഫാർ ആസ് പോസിബിൾ ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ നിന്നെ സഹായിക്കും. എങ്ങനെയാ പറയാ, ആസ് ഫാർ ആസ് പോസിബിൾ ഐ വിൽ ഹെൽപ്പ് യു. അതേപോലെ നമുക്ക് പറയാം ടീച്ചർക്ക് കഴിയുന്നിടത്തോളം ടീച്ചർ എന്ത് ചെയ്യും, കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, പഠിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും എന്നാണെന്ന് വിചാരിക്കുക. എങ്ങനെയാ പറയാ, ആസ് ഫാർ ആസ് പോസിബിൾ ദ ടീച്ചർ വിൽ സപ്പോർട്ട് ദ സ്റ്റുഡൻസ്. എങ്ങനെയാ പറയാ, ആസ് ഫാർ ആസ് പോസിബിൾ ദ ടീച്ചർ വിൽ സപ്പോർട്ട് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനെ ടീച്ചർ കഴിയാവുന്നിടത്തോളം സപ്പോർട്ട് ചെയ്യും. അതുപോലെ ആസ് ഫാർ ആസ് പോസിബിൾ വെച്ചൊരു സെന്റൻസ് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പറയില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ആസ് ഫാർ ആസ് ആം കൺസേൺഡ്. എങ്ങനെയാ പറയാ, ആസ് ഫാർ ആസ് ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായത്തിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ഫോണ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എങ്ങനെയാ പറയാ, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ദ സ്മാർട്ട് ഫോൺ ഈസ് ടു എക്സ്പെൻസീവ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, വില കൂടുതലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ പറയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ കോഫി കുറച്ച് സ്ട്രോങ് ആയിരുന്നു കേട്ടോ. നമ്മൾ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോഫി സ്ട്രോങ് ആയിരുന്നു. എങ്ങനെയാ പറയാ, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ദ കോഫി ഈസ് ടു സ്ട്രോങ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ദ കോഫി ഈസ് ടു സ്ട്രോങ്. കോഫി കുറച്ച് സ്ട്രോങ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു തീരുമാനമായിരുന്നു. എങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. അത് നല്ലൊരു തീരുമാനമായിരുന്നു. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. ഇത് നമുക്ക് എങ്ങനെയും പറയാം, ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. എന്റെ അഭിപ്രായത്തില് അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. വെറുതെ ഇൻ മൈ ഒപ്പീനിയൻ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്താലേ നമുക്ക് അതേ പഠിയുള്ളൂ. നമ്മൾ പഠിക്കുന്ന പുതിയ കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കോൺവെർസേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളത് മറക്കാതിരിക്കുക. നമ്മൾ കൂടുതൽ നമ്മളുടെ ലൈഫിലോട്ട് നമ്മളത് കൊണ്ടുവരുമ്പോൾ, നമ്മളത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ചെന്നാലും പെട്ടെന്ന് യൂസ് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് വെച്ചിട്ട് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സെന്റൻസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ സെന്റൻസ് പറയുമ്പോഴും നിങ്ങളോട് കമന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ അവർക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് കൂടുതൽ അറിവ് കിട്ടുകയാണ് അല്ലെ. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് അറിവ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊരു പങ്കാളികളാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്, ആസ് ഫാർ ആസ് ഐ നോ, എനിക്ക് അറിയാവുന്നിടത്തോളം, ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം, ആസ് ഫാർ ആസ് പോസിബിൾ, കഴിയുന്നിടത്തോളം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചൂലെ. ഇതിന്റെ പുറമെ നമ്മൾ വേറൊരു കാര്യത്തിനും കൂടെ ആസ് ഫാർ ആസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം, നമ്മളൊരു ഫിസിക്കൽ ഡിസ്റ്റൻസിനെ കാണിക്കാൻ. അതായത് ഞാൻ പറയാണ് ഐ വിൽ ഗോ വിത്ത് ഹർ ടു ദ സിറ്റി, ഞാൻ അവളുടെ കൂടെ എന്ത് ചെയ്തു, സിറ്റി വരെ പോകും. ഐ വിൽ ഗോ വിത്ത് ഹർ ടു ദ സിറ്റി, ഞാൻ അവളുടെ കൂടെ സിറ്റി വരെ പോകും എന്നൊരു സെന്റൻസ്. ഈ ഒരു സെന്റൻസിനെ നമുക്ക് ആസ് ഫാർ ആസ് യൂസ് ചെയ്തിട്ടും പറയാം. അതായത് ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അല്ലെ, ടൗണ് വരെ എന്നുള്ളൊരു ഡിസ്റ്റൻസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ആസ് ഐ വിൽ ഗോ വിത്ത് ഹർ as far as the town. എങ്ങനെ പറയാ, I will go with her as far as the town. അപ്പൊ എന്താണ് അവിടെ ഒരു വ്യത്യാസം വന്നത്, to എന്നുള്ള വേർഡ് മാറിയിട്ട് അവിടെ നമ്മൾ as far asനെ ചേർത്തു.
അവിടേക്ക്, ലേക്ക് എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടും നമ്മൾ ആസ് ഫാർ ആസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ വേറൊരു സെന്റൻസ് നോക്കിയേ. ഇപ്പോ ഞാന് പാർക്കിലേക്ക് നടന്നു പോയി, എന്നിട്ട് എന്ത് ചെയ്തു, അവിടുന്ന് തിരിച്ചു പോന്നു. എങ്ങനെയാ പറയാ? I walked as far as the park. I walked to the park എന്നതിന് പകരം I walked as far as the park and then turned back അല്ലെങ്കിൽ then returned, തിരിച്ചു വന്നു എന്ന് പറയാട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രം വരെ ട്രെയിനിൽ പോകും. We will go by train as far as Trivandrum. എങ്ങനെയാ പറയാ? We will go by train as far as Trivandrum. ട്രിവാൻഡ്രം വരെ ഞങ്ങൾ ട്രെയിനിൽ പോകും. അപ്പൊ ഇവിടം തൊട്ട് അവിടം വരെ എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ കാണിക്കാനും നമ്മൾ ആസ് ഫാർ ആസ് യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ ടു യൂസ് ചെയ്തിട്ടല്ലേ പറയാ. ഒരു മാറ്റത്തിന് നമ്മൾ ആസ് ഫാർ ആസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ശീലിക്കുക കേട്ടോ. സോ നിങ്ങൾക്ക് ആസ് ഫാർ ആസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ട്, ഐ അണ്ടർസ്റ്റുഡ് എന്നൊന്ന് കമന്റ് ചെയ്യുക. അതല്ല എന്തെങ്കിലും ഡൗട്ട് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ എന്നോട് ചോദിക്കണം. എന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ടേ ഇനി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഒരു സംശയവും ആരും ബാക്കി വെക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.